ഈ അടുത്തായി ഈ ചാനലിൽ വന്ന 2 റിക്വസ്റ്റുകൾ. അതിൽ ആദ്യത്തേത് പഴയ 90s സിനിമകളിൽ ചെറുകിട റോളുകൾ ചെയ്തിരുന്ന എന്നാൽ സ്ഥിര സാന്നിധ്യമായിരുന്ന ചില മുഖങ്ങളുണ്ടല്ലോ, അവരെ പറ്റിയൊരു സീരീസ്. ഇനി രണ്ടാമത്തേത് പെട്ടെന്ന് വന്ന് സെൻസേഷനായി ഒരു കാലത്ത് ഇറങ്ങിയിരുന്ന എല്ലാ സിനിമകളിലും കണ്ടിരുന്ന എന്നാൽ പിന്നീട് അപ്രത്യക്ഷമായ മുഖങ്ങൾ, അവരെ പറ്റിയൊരു വീഡിയോ. ഇത് രണ്ടും നല്ല ടോപ്പിക്കാണ്. സോ നമുക്ക് ഇതിൽ ആദ്യത്തെ കാറ്റഗറിയിൽ ഒന്ന് ഇന്ന് തുടങ്ങാം. അപ്പോൾ ഈ വീഡിയോ അന്തരിച്ച നടൻ സൈനുദ്ദീനെ പറ്റിയാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇന്ന സിനിമ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള 90സിൽ പുറത്തിറങ്ങിയ ഒട്ടുമിക്ക മിഡ് റേഞ്ച് സിനിമകളിലും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിൻ്റെതായി ഏതെങ്കിലും ഒരു സ്പെസിഫിക് കഥാപാത്രമോ മൊമെന്റോ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും നമ്മുടെ ഹിറ്റ്ലർ സിനിമയിലെ ഈ ഹിറ്റ്ലർ മാധവൻകുട്ടി ആരാണെന്ന് അറിയുമോ എന്ന് മമ്മൂട്ടിയോട് ചോദിക്കുന്ന ആ ഒരു രംഗമായിരിക്കും. ഇത് നമുക്ക് വിക്കിപീഡിയയുടെ സഹായം ഇല്ലാതെ ഓർത്തെടുക്കാൻ പറ്റിയൊരു കാര്യം. എന്നാൽ ഇത്രയും അധികം സിനിമകളിൽ വേഷമിട്ട ഇതുപോലൊരു കലാകാരൻ്റെതായി എന്തെങ്കിലും ഒന്ന് സ്പെസിഫിക് ആയി കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് ഇദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫി നോക്കിയപ്പോഴാണ് എനിക്കത് കിട്ടിയത്. സയാമീസ് ഇരട്ടകൾ. ഇതിന്റെ കഥാപശ്ചാത്തലം വെച്ച് കാര്യം ഈ സിനിമ അതീവ യുണീക്ക് ആണെങ്കിലും നമ്മളിൽ എത്ര പേർ ഈ സിനിമ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്? ഈ വീഡിയോയിൽ ഞാൻ സൈനുദ്ദീൻ എന്ന പേര് പറഞ്ഞതിന് ശേഷം ഈ സിനിമയുടെ പേര് പറയുന്നതിന് മുൻപ് നിങ്ങളിൽ ആർക്കെങ്കിലും ഈ പടം ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ then you are a true 90s ഫിലിം ഫാൻ. എനിവേസ്, 90കളിലെ മലയാള സിനിമയിലെ കോമഡി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ജഗതി, ഇന്നസെന്റ്, കൊച്ചിൻ നിഫ തുടങ്ങിയവരായിരുന്നു. ഈ മൂവർ സംഘം നമ്മെ ചിരിപ്പിച്ച സിനിമകൾ എനിക്ക് അക്കമിട്ട് പറയാൻ സാധിക്കുമെങ്കിലും ഇതേ സ്ലോട്ട് തന്നെ ഫില്ല് ചെയ്തിരുന്ന ഒരു കലാകാരനായിരുന്നു സൈനുദ്ദീനും, അതായത് കോമഡി റോളുകൾ. പക്ഷേ മേൽപ്പറഞ്ഞ 3 പേർ അടക്കി വാണിരുന്ന ആ ഒരു ഏരിയയിൽ ഇദ്ദേഹം തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ പേഴ്സണലി ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. ബട്ട് സ്റ്റിൽ 90കളിലെ സിനിമ ഇഷ്ടപ്പെടുന്നവരുടെ മെമ്മറിയിൽ ഇദ്ദേഹത്തിനും ഒരു സ്ഥാനമുണ്ട്. അസുഖബാധയെ തുടർന്ന് തന്റെ 47ാമത്തെ വയസ്സിൽ 1999 ഇദ്ദേഹം അന്തരിച്ചു.